ഓക്കെ. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ. ടൗൺ ഒരു 25 to 30 അടക്കുകയാണെങ്കിൽ ഒരു 3500 രൂപയ്ക്കൊക്കെ നമുക്ക് വണ്ടി ഇറക്കാം. മാസം മന്ത്ലി EMI വെച്ച് ചെയ്യാം. ഇതിൽ എത്ര കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട്? ഇതിന് നമുക്ക് വരുന്നത് 7 കളേഴ്സാണ് അവൈലബിൾ. നമുക്കൊരു മൊബൈൽ എങ്ങനെ നമ്മൾ ചാർജ് ചെയ്ത് കൊണ്ടുപോകുമോ അതുപോലെ നമുക്ക് ചാർജ് ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ജോയ്സ്റ്റിക്ക് ഇവിടെ അവൈലബിൾ ആണ്. എക്കോയിൽ പോകുമ്പോഴത്തേക്ക് 45 കിലോമീറ്റർ സ്പീഡിലേ പോകത്തുള്ളൂ. എക്കോയിൽ പോകുമ്പോഴാണ് നമുക്ക് 100 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. ഞാനിന്ന് നിൽക്കുന്നത് ഹീറോയുടെ വിടയുടെ ഷോറൂമിലാണ്. അപ്പം ഇന്നത്തെ ഈ വണ്ടിയെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇവിടുത്തെ ഷോറൂം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള നബീൽ ചേട്ടനാണ്. ചേട്ടാ ഹായ്. അപ്പം ഇത് വിടയുടെ പുതിയ ലേറ്റസ്റ്റ് മോഡലാണല്ലേ? അപ്പം ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളും നമുക്കൊന്ന് പറഞ്ഞുതരാമോ? നമുക്ക് 2 മോഡൽസാണ് വരുന്നത്. VX2 ഗോയും VX2 പ്ലസും ആണ് വരുന്നത്. എന്താണ് വേരിയന്റ് വ്യത്യാസം വരുന്നത്? അതിൽ സിംഗിൾ ബാറ്ററി, ഗോയിൽ വരുമ്പോൾ സിംഗിൾ ബാറ്ററിയും പ്ലസിന് വരുമ്പോൾ ഡബിൾ ബാറ്ററിയാണ് വരുന്നത്. ഈ 2 ബാറ്ററിയും നമുക്ക് റിമൂവബിൾസ് ആണ് വരുന്നത്. നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്കൊരു മൊബൈൽ എങ്ങനെ നമ്മൾ ചാർജ് ചെയ്ത് കൊണ്ടുപോകുമോ അതുപോലെ നമുക്ക് ചാർജ് ചെയ്ത് കൊണ്ടുപോകാം. ആ കോൺസെപ്റ്റിലാണ് e-വോട്ടർ എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ടോട്ടൽ പ്രൈസ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? ഓൺ റോഡ് പ്രൈസ് പ്ലസ് വരുമ്പോഴത്തേക്ക് 1,15,000 രൂപയാണ് നമുക്ക് പ്ലസ് വരുന്നത്. അതിന്റെ ബേസിക് ആയിട്ടുള്ള മിനിമം EMI സ്റ്റാർട്ടിംഗ് എത്രയാണ് വരുന്നത്? EMI സ്റ്റാർട്ടിംഗ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു 15 to 20 വെച്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് അടയ്ക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഫിനാൻസ് സ്റ്റാഫ് നോക്കിയതിന് ശേഷം എമൗണ്ട് ഫിക്സ് ചെയ്യാം. അപ്പം EMI എത്ര നാളത്തേക്കാണ്? 3 വർഷത്തേക്കുണ്ട്, 4 വർഷത്തേക്കുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിന്റെ ടയർ വരുന്നത് ട്യൂബ്ലെസ് ആണ്. ഇത് ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കാണ്. DRL ലൈറ്റ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ബോഡി പാർട്സ് ഒക്കെ വരുന്നത് ഫൈബർ ആണ് വരുന്നത്. നമുക്ക് ബോഡി പാർട്സ് എല്ലാം ഫൈബറിലോട്ടാണ്. പക്ഷേ ഇത് കണ്ടാൽ ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ് നമുക്ക് തോന്നിക്കാത്ത ഒരു ഇതാണ് വരുന്നത്. നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്ന് മനസ്സിലാവൂ. അതെ. അപ്പോൾ ഇതിൽ എത്ര കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട്? ഇതിൽ നമുക്ക് വരുന്നത് 7 കളേഴ്സാണ് അവൈലബിൾ. ഓക്കെ. ഏതൊക്കെയാണ് കളേഴ്സ് എന്ന് പറയുന്നത്? റെഡ്, വൈറ്റ്, ഓറഞ്ച്, ബ്ലൂ, ബ്ലാക്ക്, ഗൺമെറ്റൽ ഗ്രേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എത്ര ദിവസം എടുക്കും നമ്മൾ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഡെലിവേർഡ് ആകുമ്പോഴത്തേക്കും? നമുക്കൊരു 4 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. അപ്പോൾ മിനിമം ബേസിക് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു 15 രൂപ അല്ലെങ്കിൽ 10 രൂപ അടച്ചാൽ നമുക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും. 15 രൂപ മുതൽ സ്റ്റാർട്ട്. 20 വെച്ച് ലോൺ വെച്ച് നമുക്ക്. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയൊന്ന്. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ ഡിസ്പ്ലേ നമുക്ക് TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ജോയ്സ്റ്റിക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. ഡിസ്പ്ലേ നമുക്ക് വരുന്നത് ട്രിപ്പാണ് ആദ്യമായിട്ട് വരുന്നത്. ട്രിപ്പ് കാണിക്കുന്നുണ്ട് നമുക്ക്. പിന്നെ വരുന്നത് നാവിഗേഷൻ വരുന്നത്. നാവിഗേഷൻ നമുക്ക് ടേൺ ബൈ ടേൺ ആണ് കാണിക്കുന്നത്. നമ്മൾ മൊബൈൽ പോലത്തെ നമ്മൾ നാവിഗേഷൻ വരത്തില്ല, ഗൂഗിൾ മാപ്പ് പോലത്തെ വരത്തില്ല. ടേൺ ബൈ ടേൺ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ 100 മീറ്റർ പോയിട്ട് നമ്മൾ റൈറ്റിലോട്ട് പോകുന്നുണ്ട്, അങ്ങനത്തെ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എത്രയായിട്ട് വരും? 80 കിലോമീറ്റർ ആണ് വരുന്നത്. മാക്സിമം 80 വരെയാണ് പറയുന്നത്. മാക്സിമം 80. 3 മോഡുകളുണ്ട്. 3 മോഡൽ എക്കോ, റൈഡ്, സ്പോർട്ട് 3 മോഡൽസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 3 മോഡൽസിലും വരുന്ന റേഞ്ച് വേരിയേഷൻസ് എത്രയൊക്കെ വരും? റേഞ്ച് വരുന്നത് പ്ലസിന് വരുമ്പോൾ VX2 പ്ലസിന് വരുമ്പോൾ 100 കിലോമീറ്റർ റേഞ്ചും VX2 ഗോയിന് വരുമ്പോഴത്തേക്ക് 64 കിലോമീറ്റർ റേഞ്ചാണ് വരുന്നത്. എക്കോയിൽ പോകുമ്പോഴത്തേക്ക് 45 കിലോമീറ്റർ സ്പീഡിലേ പോകത്തുള്ളൂ. എക്കോയിൽ പോകുമ്പോഴാണ് നമുക്ക് 100 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. റൈഡിൽ പോകുമ്പോഴത്തേക്ക് 75 കിലോമീറ്റർ റേഞ്ച് വരത്തുള്ളൂ. 70 കിലോമീറ്റർ സ്പീഡായിരിക്കും. സ്പോർട്ടിൽ പോകുമ്പോഴത്തേക്ക് 65 കിലോമീറ്റർ റേഞ്ചും 80 കിലോമീറ്റർ സ്പീഡ്. അപ്പോൾ ഇതിന്റെ ടോപ്പ് ഇതിൽ റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് 100 കിലോ, കമ്പനി പറയുന്നത് 142 പറയും. നമുക്ക് 100 ആണ് റെയിൽ വേൾഡിൽ കിട്ടുന്നത്. SOS വെച്ച് നമ്മൾ ഇത് ആപ്പ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആപ്പിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺടാക്ട്സിലോട്ട് ലൊക്കേഷൻ ഷെയർ ആവും. അകത്തുള്ള നമുക്ക് ബൂട്ട് സ്പേസ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 27 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് ആയിട്ട് വരുന്നത്. പ്ലസിന് വരുമ്പോഴാണ് 27, ഗോയ്ക്ക് വരുമ്പോഴത്തേക്ക് 33 ആവും. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ നമുക്ക് ഇതിലേക്കാണ് ബാറ്ററി വരുന്നത്. ഈ 2 ബാറ്ററി നമുക്ക് റിമൂവബിൾ ആണ്. നമുക്ക് ഇളക്കി എടുത്ത് വേണമെങ്കിലും ചാർജ് ചെയ്യാം. ജസ്റ്റ് നമുക്കൊന്ന് വലിച്ചാൽ. അപ്പോൾ ചേട്ടാ 2 ബാറ്ററിയിൽ ഏതെങ്കിലും ഒരു ബാറ്ററി ഫുൾ എംറ്റി ആയാലും നമുക്ക് ഒരു ബാറ്ററി കൊണ്ട് നമുക്ക് യൂസേജ് ഉണ്ടാവുമോ? നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് 2 ബാറ്ററി വെച്ച് ഓടിക്കുന്നതാണ് നല്ലത്. 2 ബാറ്ററിയിൽ ഒരുമിച്ചായിരിക്കും ചാർജ് ഇറക്കുന്നത്. ഈ 2 ബാറ്ററിയും കൂടെ ചേർന്നാണ് 100 കിലോമീറ്റർ റേഞ്ച് പറയുന്നത്. ഈ സിംഗിൾ ബാറ്ററി വെച്ച് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇതൊരു 50 കിലോമീറ്റർ ആയിട്ട് കുറയും. അപ്പോൾ അങ്ങനെ ഓടിക്കാൻ കുഴപ്പമില്ല. നമ്മളിപ്പോൾ അടുത്ത് എവിടെയെങ്കിലൊക്കെയാണ് നമ്മൾ പോയിട്ട് വരുന്നതെങ്കിൽ 50 കിലോമീറ്റർ വരെ ഓടാവും. 50 കിലോമീറ്റർ അത് ഓടത്തുള്ളൂ. ചേട്ടാ, അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ എത്രയായിട്ട് വരും? 10-11 കിലോ അടുപ്പിച്ച് വരും. അപ്പോൾ ഇത് ലേഡീസ് ഓറിയന്റഡ് ആയിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ലേഡീസിനൊക്കെ എടുക്കാൻ പറ്റബിൾ ആണ്? ലേഡീസിന് എടുക്കാനും ഓക്കെയാണ്. എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഇവിടെ ഇളക്കാതെ തന്നെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വണ്ടി വരുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ പ്ലഗ് പോയിന്റിലും ഇത് ചാർജ് ചെയ്യാൻ പറ്റില്ല? നോർമൽ നമ്മൾ
മൊബൈൽ എങ്ങനെ ചാർജ് ചെയ്യുന്ന പ്ലഗ് ആണോ ആ പ്ലഗ് തന്നെയാണ് നമ്മൾ ചാർജ്. അപ്പൊ ഈ വണ്ടി ഇപ്പം ഇത്ര ഇതിൽ നിന്ന് കുറയുമ്പോഴത്തേക്കാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കത് ഡിസ്പ്ലേയിൽ കാണിക്കും എത്ര കിലോമീറ്റർ വാർണിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എപ്പോഴും ഒരു 20% ആകുമ്പോഴത്തേക്ക് ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അതിൽ കുറഞ്ഞു താഴോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും വണ്ടി അങ്ങോട്ട് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അതാണ്. ഓക്കെ ഓക്കെ. എത്ര മണിക്കൂറാണ് ഈ ഒരു വണ്ടി നമുക്ക് ചാർജ് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നത്? 4 മണിക്കൂറാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. ഫാസ്റ്റ് ചാർജിങ് ഒരു 55 മിനിറ്റ് മതിയാവും. ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഫ്രണ്ടിലാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഇവിടെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നോർമൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു 4 മണിക്കൂർ. 4 മണിക്കൂർ. അപ്പൊ ഇതിന്റെ ബാക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഡിസ്ക് അല്ലല്ലോ, ഡ്രം ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ നമുക്ക് ഇതിന്റെ ഒരു ചാർജിങ് കേബിൾ ഒന്ന് കാണിക്കാവോ? ഇതാണ് ചാർജ് വരുന്നത്. നോർമൽ പ്ലഗ് തന്നെയാണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ ബാറ്ററിയുടെ വാറണ്ടി എങ്ങനെയാണ്? ബാറ്ററിക്ക് നമുക്ക് കമ്പനി പറയുന്നത് 3 വർഷമാണ് വാറണ്ടി തരുന്നത്. നമുക്കൊരു വണ്ടി എടുത്തൊരു 3 മാസത്തിനുള്ളിൽ ഒരു 4000 രൂപ കൂടെ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 5 വർഷവും ബാറ്ററിയുടെ വാറണ്ടി. വണ്ടിക്ക് ഓൾറെഡി നമുക്ക് 5 വർഷം തന്നെയാണ് വാറണ്ടി വരുന്നത്. അപ്പൊ ഇതിനിടയിൽ ഇപ്പൊ എന്തെങ്കിലും ഫോൾട്ടോ അല്ല കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ വാറണ്ടി പീരീഡിൽ ബാറ്ററിയിൽ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ടോട്ടലി റീപ്ലേസ് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ അടുത്ത നിങ്ങൾ പർച്ചേസ് ചെയ്ത് അതേ ഷോറൂമിൽ തന്നെ കൊണ്ടുപോകും? നമുക്ക് സർവീസ് സെന്ററിൽ പോയാൽ എവിടുത്തെ സർവീസ് സെന്ററിൽ പോയാൽ ഹീറോയുടെ ഏത് സർവീസ് സെന്ററിൽ പോയാലും അവർ മാറ്റി തരും. ഈ ഹീറോയുടെ സർവീസ് സെന്റേഴ്സ് ഇവിടെ നിയർ ബൈ എവിടെയൊക്കെയാണുള്ളത്? നമുക്ക് ഈഞ്ചക്കിൽ വരുന്നുണ്ട്. നമ്മൾ അനന്തപുരി ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് വരുന്ന ഈഞ്ചക്കിൽ ഷോറൂമിൽ വരുന്നുണ്ട്. പിന്നെ കേശവദാസ് വണ്ടിക്ക് ഫ്രീ സർവീസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. 3 സർവീസ് ഫ്രീ ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണ്? എത്ര കിലോമീറ്റേഴ്സ് വരുന്നത്? 1000 കിലോമീറ്റർ ആണ്. ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.4 കിലോ വോൾട്ട് ആണ് ബാറ്ററി വരുന്നത്. ഈ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? ഒരു 125 കിലോ വെയിറ്റ് വരും. അത്യാവശ്യം ഒരു ഫാമിലി ഓറിയന്റഡ് ഉള്ള ആൾക്കാർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആകുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നമുക്ക് എത്ര കിലോ ഭാരം വരെ ഇതില്? നമുക്ക് ഒരു 350 കിലോയിൽ മുകളിൽ വരെ ഈ വണ്ടി വലിക്കുന്നതായിരിക്കും. അതിപ്പോൾ ഒരു കയറ്റുവാണെങ്കിൽ പോലും ഈ വണ്ടി വലിക്കുന്നതായിരിക്കും. സാധാരണ ഒരാൾക്ക് മാസം തോറും എത്ര രൂപ മാറ്റി വെച്ച് നമുക്ക് ഇതുപോലത്തെ ഒരു വണ്ടി എടുക്കാൻ പറ്റും? നമുക്കൊരു ഡൗൺ ഒരു 25 to 30 ഒക്കെ അടക്കുകയാണെങ്കിൽ ഒരു 3500 രൂപയ്ക്കൊക്കെ നമുക്ക് വണ്ടി ഇറക്കാം. മാസം മന്ത്ലി EMI വെച്ച് ചെയ്യാം. അപ്പൊ ഈ വണ്ടിയുടെ ടോട്ടൽ പ്രൈസ് ടോട്ടൽ വരുന്നത് VX2 പ്ലസിന് വരുന്നത് 1,15,000 രൂപയാണ്. ഇതിന്റെ EMI വരുന്നത് 3 വർഷത്തേക്കാണ്. 3 വർഷത്തേക്ക് ചെയ്യാം, 4 വർഷത്തേക്ക്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞു? നമുക്ക് വരുന്ന ആയുർവേദ കോളേജിലാണ് വരുന്നത്. ആയുർവേദ കോളേജിൽ കുന്നുംപുറം റോഡിലാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പേഴ്സും അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വിടയുടെ ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസും കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലോട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.